ഞാൻ വലിയ എക്സ്പെക്റ്റേഷനൊന്നും ഇല്ലാതെ കയറിയൊരു പടമാണ്. പക്ഷേ ആക്ച്വലി ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടൊരു നമ്മുടെ കോലമാവ് കോകില പോലെ ഒരു ബ്ലാക്ക് ഹ്യൂമറായിട്ടുള്ള അത്യാവശ്യം നല്ല രീതിക്ക് പോകുന്ന ഒരു ഫ്ലോ ഉണ്ട്. പടത്തിന് മൊത്തത്തിലൊരു ഫ്ലോ ഉണ്ട്. കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സാധനം തന്നെ. ഓഡിയൻസിന് കണക്റ്റ് ആവും പടം. കണക്റ്റ് ആവുന്നതാണ്. ഒരു ഭയങ്കര സംഭവം, ഭയങ്കര കോമഡിയൊന്നുമില്ല. ഡാർക്ക് ഹ്യൂമറാണ്, ടോട്ടലി ഡാർക്ക് ഹ്യൂമറാണ് പടം. ഒരു ഫ്ലോ ഉണ്ട് പടത്തിന്, ആൾക്കാരെ കണക്റ്റ് ആവാൻ സാധ്യതയുണ്ട്. എങ്ങനെയുണ്ട് കീർത്തിയൊക്കെ? കീർത്തി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല പെർഫോമൻസ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെ ശരത് കുമാറിൻ്റെ വൈഫ് രാധിക ശരത് കുമാർ, അവർ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അവിടെ കുറച്ച് ഓവറായിട്ടുണ്ട്. പിന്നെ അതൊരു തമിഴിൽ ഇത്തരത്തിലുള്ള കോമഡീസ് വരുമ്പോൾ ആൾക്കാർ ഓവറായിട്ട് പെർഫോം ചെയ്യുന്നതിൻ്റെ ഒരു ഇതാണ്. നമ്മുടെ മലയാളികൾക്ക് ഇത് കണക്റ്റ് ആവും? കണക്റ്റ് ആവുമെന്ന് വെച്ചാൽ ഇപ്പോൾ കോലമാവ് കോകിലയും ആദ്യം ഒരു റിസപ്ഷൻ ഇല്ലായിരുന്നു മലയാളികൾക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിലും എത്രത്തോളം റിസപ്ഷൻ കിട്ടുമെന്ന് അറിയില്ല. എനിവേ ദിസ് ഈസ് എ വെരി നൈസ് ഫിലിം. അങ്ങനെ എടുത്തു പറയത്തൊക്കെ എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ടുള്ള ഒരു കഥ തന്നെയാണ്. ഒരുപാട് തമിഴ് പടങ്ങളിലൊക്കെ അല്ലെങ്കിൽ ഈ കൊറിയൻ ഫിലിംസിലൊക്കെ വന്നിട്ടുള്ള ഒരു സ്റ്റോറി തന്നെയാണ്. അതിനെ ഒരു രസമായിട്ട് ചെയ്തിട്ടുണ്ട്. വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. മീൻസ് ഇത് ഈ പറഞ്ഞ മാതിരി ഒരു ഡാർക്ക് ഹ്യൂമർ അങ്ങനെ കണ്ടിരിക്കുക. ഒരു വേറെ നമ്മളൊരു ഭയങ്കര ഫൺ പടം കാണാൻ വന്ന അല്ലെങ്കിൽ ഒരു ക്ലാസ് പടം അതൊന്നുമില്ല. കുറച്ച് സമയം നമുക്ക് പോകാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാൻ ഒട്ടും എക്സ്പെക്റ്റേഷൻ ഇല്ലാതെ വെറുതെ സമയം പോകാൻ വേണ്ടിയിട്ട് വന്നതാണ്. അങ്ങനെ ഓക്കെയാണ്. അത് നന്നായിട്ടുണ്ട്. എങ്ങനെയുണ്ട് കീർത്തി അഭിനയമൊക്കെ? സൂപ്പറായിട്ടുണ്ട്. ഓഡിയൻസിന് കണക്റ്റ് ആവും? സൂപ്പർ. പടത്തിൽ എടുത്തു നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അഭിനയം പെർഫോമൻസ് സൂപ്പറായിട്ടുണ്ട്. ഇപ്പോൾ ഈ ആഴ്ച തന്നെ ഒരു 3-4 പടം കണ്ടു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം മലയാള പടങ്ങളാണ്. പക്ഷേ അതിൽ ഞങ്ങളിപ്പോൾ സംസാരിച്ചുകൊണ്ട് വരികയാണ്. ഇപ്പോൾ ഈ കണ്ടതിൽ ഇത്രയും പടം കണ്ട് ഇത്രയും ബെറ്റർ പടം എന്ന് പറഞ്ഞാൽ ഈ പടമാണ്. നല്ല പടമാണ്. റൊമാൻസ് ആക്ഷനും എല്ലാം നന്നായിരുന്നു. കാര്യം അതിനകത്തെല്ലാം കാണിക്കുന്നുണ്ട് കേട്ടോ. എല്ലാ നടന്മാരും നന്നായിട്ടത് യൂസ് ചെയ്തു എന്നുള്ളതാണ്. നല്ല കൊള്ളാം. സൂപ്പറായിട്ടുണ്ട്. അവർ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. സൂപ്പറായിട്ട് കൊടുക്കുന്ന ഒരു പടമാണ്. സ്ത്രീകൾ കാണേണ്ട പടമാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീക്ക് അപ്രതീക്ഷിതമായിട്ട് ഇതുപോലൊരു സംഭവം വന്നു കഴിഞ്ഞാൽ എങ്ങനെ പിടിച്ച് നിൽക്കണമെന്നുള്ളൊരു കപ്പാസിറ്റി ആയിട്ട് നമുക്ക് നിൽക്കാനുള്ളൊരു അത് മനസ്സിലാവും. അത് കാര്യം ആ കുട്ടികൾ എങ്ങനെ നിൽക്കണം ഇത് പടം കാണുമ്പോൾ. അപ്പോൾ നമുക്ക് ഇതുപോലെ സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ ഇതുപോലെ ചലഞ്ചായിട്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അത് നേരിടാം എന്നുള്ളൊരു കാണിക്കുന്നുണ്ട്. എങ്ങനെ നേരിടാം എന്നുള്ളത് കാണിക്കുന്നുണ്ട്. അത് കൊള്ളാം. വൺ ടൈം വാട്സപ്പ്. കീർത്തി എങ്ങനെയുണ്ട്? കീർത്തി സുരേഷ് നന്നായിട്ട് അഭിനയിച്ചിട്ട് கொள்ளும் த்ரில்லர் படம் தான் கொள்ளும். റേറ്റ് എങ്ങനെയുണ്ട്? நல்லா இருக்கு. சூப்பராக இருக்குது. டிஃப்ரெண்ட்டாக இருக்குது. ஆக்டிங் ஆக்ஷன் நல்ல காமெடி படம். அது நல்லா டிஃப்ரெண்ட்டாக நடிச்சிருக்கு. நல்லா போல்டாக இருக்குது படம். ஆக்ஷன் நல்லா இருந்துச்சு. யா கல்மஸ் பொம்மரேங் அது ஒரு ஹைலைட் லைன். கீர்த்தி எப்படி இருக்கு? நல்ல ஆக்டிங். அவங்க நல்ல ஆக்டிங் நல்லா இருந்துச்சு. பார்க்கலாம். மொத்தத்தில் வந்து படம் எப்படி இருக்கு? நல்லோட பார்க்கலாம். ஃபேமிலியாக ஒர்க் பார்க்கலாமா? பார்க்கலாம். நல்லா ஊத்தான படம் தான். ஆடியன்ஸுக்கு கனெக்ட் ஆகும்? கனெக்ட் ஆகும் சார். நல்ல கருத்துன்னு ஒன்றும் இல்லை. பட் அந்த மெசேஜ் நல்லா இருக்குது. படம் பார்த்தா புரியும். ஃபைனலாக நீங்கள் வந்து பாருங்கள் சார். அதில் ஃபேன் வந்து பார்த்தா தெரியும். ஸ்டோரியெல்லாம் எப்படி இருக்கு? ஸ்டோரி கொஞ்சம் டிஃப்ரெண்ட்டாக இருந்துச்சு. எனக்கு தெரிஞ்சுக்கும் கொஞ்சம் டிஃப்ரெண்ட்டாக நல்லா நடிச்சிருக்காங்க. இந்த மாதிரி படம் நிறைய வரணும். എങ്ങനെയുണ്ട് പടത്തെ കുറിച്ച്? ആക്ഷൻ കോമഡി അല്ലേ? ആക്ഷൻ കോമഡി ഒന്നും